ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജയാസ് റെസിപ്പീസ്. അപ്പോൾ ഇന്ന് ഞാൻ ഉഴുന്ന് ഒട്ടും ചേർക്കാതുള്ള ഒരു ദോശയാണ് കേട്ടോ കാണിക്കുന്നത്, ഒരു പാലക്കാടൻ ദോശ. അപ്പോൾ അത് ഉഴുന്ന് ചേർത്തിട്ടില്ല എന്ന് വെച്ചിട്ട് ഇതിന് ടേസ്റ്റിന് കുറവൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കേട്ടോ. ഇപ്പോൾ പല ആൾക്കാർക്കും ഉഴുന്ന് ചേർത്ത ഭക്ഷണം കഴിക്കാൻ പാടില്ലാത്തവരുണ്ട്, അതായത് ആർത്രൈറ്റിസ്, അതുപോലെ അലർജി, തുമ്മൽ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊന്നും നമ്മൾ ഉഴുന്ന് ഒഴിവാക്കാൻ പറയും. അപ്പോൾ അവർക്കൊക്കെ ദോശ കഴിക്കാനൊക്കെ തോന്നും, പക്ഷേ ഉഴുന്നിട്ട് കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റില്ല. അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ പറ്റിയൊരു കിടിലൻ ദോശയാണ് കേട്ടത്, നല്ല ടേസ്റ്റുള്ള ദോശയാണ്. പിന്നെ ഇത് ഡയബറ്റിക് പേഷ്യൻസിന് പറ്റിയ ദോശയാണിത്, കാരണം നമ്മളിതിൽ ഉലുവ ഒക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഉലുവ ഇതിൽ ചേർക്കുക കാരണം തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണിത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 1.5 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഷുഗർ പേഷ്യൻ്റ് ആണെങ്കിൽ, ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ നിങ്ങൾ ബ്രൗൺ റൈസ്, തവിട് കളയാത്ത അരി എടുക്കുക കേട്ടോ. ഇനി ഇത് നന്നായിട്ട് കഴുകിയെടുക്കുക. കഴുകിയിട്ട് നല്ല വെള്ളം ഒഴിച്ച് കുതിർത്താൻ വയ്ക്കുക. ചേർക്കുന്നത് ഒരു 2.5 ടേബിൾ സ്പൂൺ ഉലുവയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഉലുവയാണ്. അപ്പോൾ ഉലുവ കുറച്ച് കൂടുതൽ ചേർക്കും എന്ന് വെച്ച് ദോശ കയ്പൊന്നും ഉണ്ടാവില്ല. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ടേബിൾ സ്പൂണും ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ 2.5 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഈ ഉലുവ നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ കുതിർത്തി വെക്കണം. കാരണം കുതിർത്തി വെച്ചിട്ട് പിന്നെ ആ വെള്ളം നമ്മൾ അരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യണം. ആ വെള്ളം കളയാൻ പാടില്ല. ആ വെള്ളത്തിൽ ഒരുപാട് ഔഷധ ഗുണമുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കഴുകിയിട്ട് നല്ല വെള്ളത്തിൽ കുതിർത്താൻ വെക്കണം കേട്ടോ, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിതാ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളം, ഇപ്പോൾ അരി കഴുകിയ വെള്ളം നമുക്ക് കളയാം, പക്ഷേ ഉലുവ കുതിർത്തി വെച്ച വെള്ളം കളയാൻ പാടില്ല. അതിനാണ് ഞാൻ ആദ്യം ഉലുവ കഴുകാൻ പറഞ്ഞത്. ഇനി ഇത് കുതിർത്താൻ വയ്ക്കാം. ഒരു 3-4 മണിക്കൂർ കുതിർന്ന് കിട്ടിയാൽ മതി. അപ്പോൾ നിങ്ങൾ ഡയബറ്റിക് പേഷ്യൻ്റൊക്കെ ആണെങ്കിൽ ഉലുവയുടെ അളവ് ഒട്ടും കുറയ്ക്കേണ്ട, കൂടുതൽ തന്നെ എടുക്കാം കേട്ടോ. അതേപോലെ തന്നെ വൈറ്റ് റൈസിന് പകരം ബ്രൗൺ റൈസ് ഉപയോഗിക്കുക, തവിട് കളയാത്ത അരി ഉപയോഗിക്കുക. എപ്പോഴും നമ്മൾ ഗോതമ്പ് പൊടിയേക്കാൾ നല്ലത് ബ്രൗൺ റൈസ് ആണെന്നാണ് പറയുന്നത് ഷുഗർ പേഷ്യൻസിനൊക്കെ. അപ്പോൾ ബ്രൗൺ റൈസ് ഉപയോഗിക്കണോണ്ട് ഒരു പ്രശ്നവുമില്ല, ബ്രൗൺ റൈസ് ഉപയോഗിച്ചാൽ മതി. ഇപ്പോൾ ഇത് കുതിർന്ന് കിട്ടി. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക, സാധാരണ നമ്മൾ അരച്ചെടുക്കണ പോലെ അരച്ചെടുക്കുക. പിന്നെ ഇതിൻ്റെ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉലുവ ചേർക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഉലുവയുടെ ആ ചെറിയൊരു ഇതുണ്ടായിരിക്കും, ഒരു എന്താ പറയുക, ചെറിയൊരു വഴുവഴുപ്പ് ഉണ്ടാവില്ല ആ ഉലുവയുടെ, അല്ലാതെയൊന്നും ഉണ്ടാവില്ല, അതിങ്ങനെ ഉണ്ടായിരിക്കും. അത് പ്രശ്നമില്ല കേട്ടോ, അതോ നമ്മൾ ദോശ ഇടുമ്പോൾ അതൊക്കെ കണ്ട് ശരിയാവും. ഞാൻ അരിയുടെ വെള്ളം കളഞ്ഞു, അരി കുതിർത്തിയ വെള്ളം കളഞ്ഞു. പിന്നെ ഉലുവയുടെ വെള്ളം ഞാൻ അതിലേക്ക് ഉലുവയും വെള്ളവും കൂടിയിട്ടാണ് അപ്പോൾ ഞാൻ ചേർത്ത്. ഈ ആവശ്യത്തിനുള്ള വെള്ളവും ഒരു ലേശം ഉപ്പും കൂടിയും ചേർത്തിട്ട് അത് അരച്ചെടുക്കുക. ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി, ബാക്കി നമുക്ക് പുളിച്ചു വന്നതിൻ്റെ ശേഷം ബാക്കിയുള്ള ഉപ്പ് ചേർക്കാം. അപ്പോൾ ഇതാ മാവ് അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഞാൻ ആ ജാറ് കഴുകിയിട്ടുള്ള വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് സാധാരണ നമ്മൾ ഇഡ്ലിക്കും ദോശയ്ക്ക് ഫെർമെൻറ്റ് ചെയ്യാൻ വയ്ക്കില്ലേ, അങ്ങനെ ഫെർമെൻറ്റ് ചെയ്യാൻ വയ്ക്കുക. അപ്പോൾ ഇത് ഓവർനൈറ്റാണ് വയ്ക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് രാവിലെ നോക്കാം. ഇപ്പോൾ ഇതാ മാവൊക്കെ പുളിച്ച് വന്നിട്ടുണ്ട്, പൊന്തി വന്നിട്ടുണ്ട്. ഇപ്പോൾ അതല്ലേ നല്ല കട്ടിയിലാണ് ഇരിക്കണത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിലുള്ള വെള്ളം ചേർത്തിട്ട് ഇത് മിക്സ് ചെയ്യണം. ഇങ്ങനെ വല്ലാതെ ലൂസായിട്ട് വരില്ല കേട്ടോ ഈ ബാറ്റർ, കുറച്ചൊരു കട്ടിയിലായിരിക്കും ബാറ്റർ. അപ്പോൾ ഞാൻ വെള്ളം പിന്നെ കുറച്ച് ഉപ്പും കൂടി, ആവശ്യത്തിന് ബാക്കിയുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഉഴുന്ന് ചില ആൾക്കാർക്ക് വേണം, പിന്നെ ഉഴുന്ന് കഴിച്ചാൽ പ്രശ്നമില്ല എന്നുള്ള ആൾക്കാർക്ക് ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ ഉഴുന്ന് കൂടി ഇതിൻ്റെ കൂടെ കുതിർത്തിയിട്ട് അരയ്ക്കാവുന്നതാണ് കേട്ടോ, അത് പ്രശ്നമില്ല. ഇപ്പോൾ ഇതാ മാവ് റെഡിയായി. ഇപ്പോൾ ഇതാ നിങ്ങൾക്ക് അതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടല്ലോ, ഈ ഒരു രീതിയിലായിരിക്കും ഇത് കിട്ടുക കേട്ടോ. അങ്ങനെ വല്ലാതെ കട്ടിയൊന്നുമില്ല, കണ്ടില്ലേ. ഇതാ അപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട് മാവ്. ഇപ്പോൾ ഈ ദോശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഉള്ളിച്ചമ്മന്തി ഒക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ. അത് നമ്മൾ
ഉള്ളി വഴറ്റിയിട്ടുള്ള ചമ്മന്തി, ഉള്ളി പച്ച ചമ്മന്തി, വഴറ്റാത്ത ചമ്മന്തി, അതൊക്കെ കൂട്ടി അരയ്ക്കാം. എല്ലാ തരത്തിലുള്ള ചമ്മന്തിയുടെയും റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചമ്മന്തിയുടെ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഒരുപാട് ചമ്മന്തികളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചമ്മന്തിയുടെ കൂടെ കഴിക്കാം. മുകൾ വശം ഒന്ന് ഡ്രൈ ആയതിൻ്റെ ശേഷം മാത്രമാണ് നമ്മൾ നെയ്യോ ഓയിലോ എന്താ വെച്ചാൽ ഒഴിച്ചു കൊടുക്കാവൂ കേട്ടോ. ഇപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അങ്ങനെ തിന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല, ചെറിയൊരു കട്ടി ഉണ്ടാവും കേട്ടോ ഈ ദോശ. അങ്ങനെയാണ് ഇത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എന്ന് വെച്ചിട്ട് ടേസ്റ്റിന് കുറവൊന്നുമില്ല. നന്നായിട്ട് കുറച്ച് കൂടുതൽ കുക്ക് ചെയ്താൽ നമുക്കത് മൊരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതാ നല്ല മൊരിഞ്ഞ ദോശ തന്നെ കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ? നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ മൊരിച്ചെടുക്കാവുന്നതൊക്കെയാണ്. ബാക്കിയുള്ള ദോശയും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇതിന് നെയ്യ് അല്ലെങ്കിൽ നല്ലെണ്ണ അല്ലെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പക്ഷേ എല്ലാവർക്കും നെയ്യ് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ നല്ലെണ്ണയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ എന്താ വെച്ചാൽ യൂസ് ചെയ്തോളൂ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ചെറിയ ഉള്ളി ചതച്ചിട്ട് അങ്ങനെ വഴറ്റിയിട്ടുള്ള ചമ്മന്തിയാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് പച്ചക്കുള്ള ചമ്മന്തി ഉണ്ട്, വഴറ്റിയിട്ടുള്ള ചമ്മന്തി ഉണ്ട്, സവാളയുടെ ചമ്മന്തി ഉണ്ട്. ഏതാ നിങ്ങൾക്ക് വേണ്ട വെച്ചാൽ ചമ്മന്തി നിങ്ങൾ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു റെസിപ്പി ഞാൻ ഒരാഴ്ച മുന്നേ 3 തരത്തിലുള്ള ചമ്മന്തി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളതൊന്ന് കണ്ടു നോക്കിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ചമ്മന്തി വേണമെങ്കിൽ കിട്ടും. അപ്പോൾ അത് നോക്കുക കേട്ടോ. ഇവിടെ ദോശയും ചമ്മന്തിയൊക്കെ റെഡിയായി. അപ്പോൾ ഉഴുന്ന് കഴിക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. പല അസുഖങ്ങൾക്ക് ഉഴുന്ന് കഴിക്കാൻ പറ്റാത്തവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഉപകാരപ്രദമായിക്കോട്ടെ. നിങ്ങളൊന്ന് ഇത് ഷെയർ ചെയ്യുക കേട്ടോ ഈ റെസിപ്പി. അതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് വേറെ റെസിപ്പി വീണ്ടും കാണാം. താങ്ക്